ഹായ് റേസ് ടു വിന്നിൻ്റെ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC ചോദിച്ചിട്ടുള്ള ബയോളജിയുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ വിത്ത് ഡിസ്ക്രിപ്ഷനാണ് തരുന്നത്. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ബയോളജിയുടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് 3 ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് PSC ചോദിച്ചിട്ടുള്ള ആ 3 ക്വസ്റ്റ്യൻസിലോട്ടും അതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ടും പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പാർട്ട് ഓഫ് ദി ബ്രെയിൻ റെഗുലേറ്റ് ഹങ്കർ? വിച്ച് പാർട്ട് ഓഫ് ദി ബ്രെയിൻ റെഗുലേറ്റ് ഹങ്കർ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രെയിനിൻ്റെ ഏത് പാർട്ടാണ് ഹങ്കറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഹങ്കർ എന്ന് വെച്ചാൽ എന്താ? വിശപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് പാർട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഹൈപ്പോതലാമസ്, ഓപ്ഷൻ ബി തലാമസ്, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി സെറിബെല്ലം. അപ്പോൾ ഹൈപ്പോതലാമസ് ആണോ, തലാമസ് ആണോ, സെറിബ്രം ആണോ, സെറിബെല്ലം ആണോ ഹങ്കറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ബ്രെയിനിനെ ഏത് പാർട്ടാണ് ഹങ്കർ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ആണ് ഹങ്കറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിലെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്രെയിനിനെ പറ്റി പറയണം. അപ്പോൾ അതിന് ഒരിച്ചിരി ഡിസ്ക്രിപ്ഷൻ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ്ലി ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ? ബ്രെയിൻ ഈസ് എ സെൻറ്റർ ഓഫ് കോർഡിനേഷൻ. ബ്രെയിൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ്റെ സെൻറ്ററാണ്. ബ്രെയിൻ ഈസ് ദി സെൻറ്റർ ഓഫ് കോർഡിനേഷൻ ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ കോർഡിനേഷൻ സെൻറ്ററാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൻ്റെ വെയിറ്റ് എത്രയാണ് എന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു അഡൽറ്റിന് 1.4 കിലോഗ്രാം ആണ്. 1.4 കിലോഗ്രാം ആണ് ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഗ്രാമിലാണെങ്കിൽ 1400 ഗ്രാം. 1400 ഗ്രാം. ഓക്കെ, 1400 ഗ്രാം ഓർ 1.4 കിലോഗ്രാം. അതാണ് ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മറക്കരുത്. ബ്രെയിനിൻ്റെ വെയിറ്റ് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.4 കിലോഗ്രാം അല്ലെങ്കിൽ 1400 ഗ്രാം എന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ദാറ്റ് കവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തേക്കുന്ന പ്രൊട്ടക്റ്റീവ് എൻവലപ്പിൻ്റെ പേര്. ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും PSC ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനും കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തേക്കുന്ന പ്രൊട്ടക്റ്റീവ് മെമ്പറൈൻ്റെ പേരാണ് എന്ത്? മെനിഞ്ചസ്. ഓക്കെ, ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തേക്കുന്ന പ്രൊട്ടക്റ്റീവ് കവറിങ്, അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ബ്രെയിൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ സെൻറ്ററാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.4 കിലോഗ്രാം അല്ലെങ്കിൽ 1400 ഗ്രാം. ഇനി അടുത്ത് പറയുന്നത് ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞേക്കുന്ന കവറിങ്, അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. കവറിങ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് കോൾഡ് മെനിഞ്ചസ്. ഓക്കെ, ഇനി പാർട്ട് ഓഫ് ദി സ്കൾ ദാറ്റ് എൻക്ലോസസ് ബ്രെയിൻ. സ്കള്ളിൻ്റെ ഏത് പാർട്ടാണ് ബ്രെയിനിനെ എൻക്ലോസ് ചെയ്തേക്കുന്നത്? ബ്രെയിനുമായിട്ട് എൻക്ലോസ് ചെയ്തേക്കുന്ന സ്കള്ളിലെ പാർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ക്രേനിയമാണ്. ക്രേനിയമാണ് സ്കളെന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടി മൊത്തം വരും. അതിൽ ഏത് പാർട്ടാണ് ബ്രെയിനിനെ ക്യാരി ചെയ്തേക്കുന്നത്, ബ്രെയിനിനെ എൻക്ലോസ് ചെയ്തേക്കുന്നത്, കവർ ചെയ്തേക്കുന്നത് എന്നൊക്കെ പറയാം. ബ്രെയിനിനെ എൻക്ലോസ് ചെയ്തേക്കുന്ന സ്കളിലെ പാർട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രെയിൻ ക്യാരി ചെയ്തേക്കുന്ന സ്കളിലെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസറാണ് ക്രേനിയം. ഓക്കെ, ക്രേനിയമാണ് ബ്രെയിനിനെ എൻക്ലോസ് ചെയ്തേക്കുന്ന സ്കളിലെ പാർട്ട്. ഓക്കെ, ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തേക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് മെനിഞ്ചസ് ആണ്. സ്കളിലെ ഏത് ഭാഗമാണ് ബ്രെയിനിനെ എൻക്ലോസ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ക്രേനിയം. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഹയർ ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ബോൺസ് ഇൻ ക്രേനിയം. ക്രേനിയത്തിൽ എത്ര ബോൺസ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രേനിയത്തിൽ ടോട്ടൽ 8 ബോൺസ് ആണുള്ളത്. ക്രേനിയം കൺസിസ്റ്റിംഗ് ഓഫ് 8 ബോൺസ്. 8 ബോൺസ് ആണ് ക്രേനിയത്തിനകത്തുള്ളത്. നമ്മുടെ സ്കളിൽ മൊത്തം 29 ബോൺസ് ഉണ്ട്. അതിൽ 8 ബോൺസ് ക്രേനിയത്തിൽ വരുന്നു. ഓക്കെ, നമ്മുടെ സ്കള്, അത് ബോൺസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ബോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. സ്കളിൽ മൊത്തം 29 ബോൺസ് ഉണ്ട്. അതിൽ 8 ബോൺസ് ക്രേനിയത്തിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ? സെൻറ്റർ ഓഫ് കോർഡിനേഷൻ ആണ്. ബ്രെയിനിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് ഫോർ ആൻ അഡൽറ്റിന് ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 1.4 കിലോഗ്രാം അല്ലെങ്കിൽ 1400 ഗ്രാം ആണ്.
ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തേക്കുന്ന പ്രൊട്ടക്റ്റീവ് എൻവലപ്പിന് പറയുന്ന പേരാണ് മെനിഞ്ചസ്. ഇനി പാർട്ട് ഓഫ് സ്കൾ ദാറ്റ് എൻക്ലോസസ് ബ്രെയിൻ എന്ന് പറയുന്നത് ക്രേനിയം ആണ്. നമ്പർ ഓഫ് ബോൺസ് ഇൻ ക്രേനിയം എന്ന് പറയുന്നത് 8 ആണ്. സ്കളിൽ മൊത്തം 29 ബോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്രേനിയത്തിനകത്തുള്ള ബോൺസ് ഓർത്ത് വയ്ക്കുക. സ്കളിൻ്റെയൊക്കെ കേസ് നമുക്ക് സ്കളിൻ്റെത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ബോൺസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞു തരാം. അപ്പോൾ സ്കളിൽ 29 ബോൺസ് ഉള്ളതിൽ 8 ബോൺസ് ക്രേനിയത്തിനകത്ത് വരുന്നു. ഇനി നമുക്ക് ബ്രെയിനിനെ പറ്റിയുള്ള ഇനി അതൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സോഫ്റ്റ് ടിഷ്യൂ ദാറ്റ് എൻവലപ്പ് ക്രേനിയം. ക്രേനിയത്തിനെ എൻവലപ്പ് ചെയ്തേക്കുന്ന സോഫ്റ്റ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് സ്കാൽപ്പ്. ക്രേനിയത്തിനെ എൻവലപ്പ് ചെയ്തേക്കുന്ന സോഫ്റ്റ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് സ്കാൽപ്പ്. അപ്പോൾ ബ്രെയിൻ പറഞ്ഞു, സെൻറ്റർ ഓഫ് കോർഡിനേഷൻ ആണ് ബ്രെയിൻ. ബ്രെയിനിൻ്റെ വെയിറ്റ് 1.4 കിലോഗ്രാം അല്ലെങ്കിൽ 1400 ഗ്രാം. ബ്രെയിൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കോർഡിനേഷൻ ആണ്. ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.4 കിലോഗ്രാം അല്ലെങ്കിൽ 1400 ഗ്രാം ആണ്. പിന്നെ എന്താ പറഞ്ഞ, ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തേക്കുന്ന പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് മെനിഞ്ചസ്. പിന്നെ എന്താ പറഞ്ഞേ, സ്കളിലെ ഏത് പാർട്ടാണ് ബ്രെയിനിനെ എൻക്ലോസ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ക്രേനിയം. ക്രേനിയത്തിനകത്ത് മൊത്തം 8 ബോൺസ് ആണുള്ളത്. 8 ബോൺസ് എന്ന് പറയുന്നത് സ്കളിൽ 29 ബോൺസ് ഉള്ളതിൽ ആണ് ക്രേനിയത്തിൽ 8 ബോൺസ് വരുന്നത്. സ്കളിൽ 29 ബോൺസ് ഉണ്ട്, ക്രേനിയത്തിൽ 8 ബോൺസ്. സ്കളിലെ 29 ബോൺസിൽ 8 എണ്ണം ക്രേനിയത്തിൽ വരുന്നു. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേ, ക്രേനിയത്തിനെ കവർ ചെയ്തേക്കുന്ന സോഫ്റ്റ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് സ്കാൽപ്പ്. ക്രേനിയത്തിനെ കവർ ചെയ്തേക്കുന്ന സോഫ്റ്റ് ടിഷ്യൂസിനെ പറയുന്ന പേരാണ് സ്കാൽപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബ്രെയിനിൻ്റെ പാർട്സിലോട്ട് പോവാം. ബ്രെയിനിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സെറിബ്രം. ഓക്കെ, ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രം ആണ്. സെറിബ്രം എന്ന് പറയുന്നത് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രം ആണ്. സെറിബ്രം ഈസ് ദി ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബ്രം ആണ്. ഇനി സെറിബ്രം വോളണ്ടറി ആക്ഷൻസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. സെറിബ്രം ദാറ്റ് കൺട്രോൾ വോളണ്ടറി ആക്ഷൻ. വോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, സെറിബ്രം ദാറ്റ് കൺട്രോൾ വോളണ്ടറി ആക്ഷൻ. വോളണ്ടറി ആക്ഷൻസിനെയാണ് സെറിബ്രം കൺട്രോൾ ചെയ്യുന്നത്. സെറിബ്രം ഈസ് എ സെൻറ്റർ ഓഫ് ഇൻ്റലിജൻസ്, തോട്ട്സ്, ഇമോഷൻ, വിൽ പവർ, മെമ്മറി, കോൺഷ്യസ്നെസ്, ഇമാജിനേഷൻ, എക്സ്പീരിയൻസ്, റെക്കഗ്നൈസേഷൻ, വീപ്പിംഗ്, ലോഫിംഗ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ അതുപോലെ എന്താ, സെറിബ്രം എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെയും തോട്ടിൻ്റെയും ഇമോഷൻ്റെയും വിൽ പവറിൻ്റെയും മെമ്മറി, തോട്ട്, ഇമാജിനേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും എന്താണ് സെൻറ്റർ എന്ന് പറയുന്നത് സെറിബ്രം ആണ്. ഓക്കെ, ഇമാജിനേഷൻ, ഇൻ്റലിജൻസ്, തോട്ട്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം വന്നാലും അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സെറിബ്രം ആണ്. അപ്പോൾ സെറിബ്രം എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. സെറിബ്രം എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ലാർജസ്റ്റ് പാർട്ടാണ്. പാർട്ട് ഓഫ് ദി ബ്രെയിൻ വിച്ച് കൺട്രോൾ വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നതും സെറിബ്രമാണ്. അപ്പോൾ ലാർജസ്റ്റ് പാർട്ടും വോളണ്ടറി ആക്ഷൻ കൺട്രോൾ ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് വെച്ചാൽ അതും സെറിബ്രമാണ്. അതുകൂടാതെ തന്നെ ഇമാജിനേഷനെയും തോട്ടിനെയും പിന്നെ ഫീലിങ്ങിനെയും കോൺഷ്യസ്നെസ്സും പിന്നെ മെമ്മറി, വിൽ പവർ, ഇൻ്റലിജൻസ്, ദെൻ എക്സ്പീരിയൻസ്, റെക്കഗ്നൈസേഷൻ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ എല്ലാം സെൻറ്റർ എന്ത് തന്നെയാണ്, സെറിബ്രം തന്നെയാണ്. അപ്പോൾ സെറിബ്രത്തെ പറ്റി മെയിൻലി പഠിച്ചു വയ്ക്കേണ്ട ഈ 3 കാര്യങ്ങളാണ്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ, പിന്നെ പാർട്ട് വിച്ച് കൺട്രോൾ വോളണ്ടറി ആക്ഷൻ, പിന്നെ എന്താ സെൻറ്റർ ഓഫ് ഇൻ്റലിജൻസ്, തോട്ട്സ്, ഇമോഷൻ, വിൽ പവർ, മെമ്മറി, കോൺഷ്യസ്നെസ്, ഇമാജിനേഷൻ, എക്സ്പീരിയൻസ്, റെക്കഗ്നൈസേഷൻ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ബ്രെയിൻ എന്താണെന്ന് പറഞ്ഞു, ബ്രെയിനിൻ്റെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു സെറിബ്രം. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലോട്ട് പോവാം. സെറിബ്രത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലം ആണ്. അതും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കും. ബ്രെയിനിൻ്റെ ഏത് പാർട്ടിനെയാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലം ആണ്. സെറിബെല്ലത്തിനാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ സെറിബെല്ലം എന്ന് പറയുന്നത് എന്താണ്, ഇതും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെൻറ്റർ ഓഫ് കോർഡിനേഷൻ ഓഫ് മസ്കുലാർ മൂവ്മെൻറ്റ്, അതായത് മസിൽസ് മൂവ്മെൻറ്റിനെ സെൻറ്റർ ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, സെറിബെല്ലം ആണ്. സെറിബെല്ലം ആണ് മസിൽസ് മൂവ്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ദി പ്രൈമറി സെൻറ്റർ ഓഫ് ബാലൻസിങ്, ഇക്വിലിബ്രിയം ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ബോഡി.
പ്രൈമറി സെൻറ്റർ ഓഫ് ബാലൻസിങ്ങിൻ്റെയും ഇക്വിലിബ്രിയത്തിൻ്റെയും ഓറിയൻറ്റേഷൻ്റെയൊക്കെ പ്രൈമറി സെൻറ്റർ, പ്രാഥമിക ഘടകം അല്ലെങ്കിൽ പ്രൈമറി സെൻറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ്? സെറിബെല്ലം ആണ്. അപ്പോൾ സെറിബെല്ലത്തെ പറ്റിയും ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സെറിബെല്ലം എന്ന് പറയുന്ന ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. മസിൽസിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും സെറിബെല്ലം ആണ്. അതുകൂടാതെ തന്നെ ഇറ്റ് ഈസ് ദി പ്രൈമറി സെൻറ്റർ ഓഫ് ബാലൻസിങ്, ഇക്വിലിബ്രിയം ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ബോഡി. ഓക്കെ, അപ്പോൾ സെറിബ്രമും പറഞ്ഞു, സെറിബെല്ലവും പറഞ്ഞു. സെറിബ്രം എന്ന് പറയുന്നത് വോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി, തോട്ട്, ഇമാജിനേഷൻ, വിൽ പവർ, എക്സ്പീരിയൻസ്, മെമ്മറി, കോൺഷ്യസ്നെസ് ഒക്കെ അതിൻ്റെയൊക്കെ സെൻറ്റർ എന്ന് പറയുന്നത് സെറിബ്രമാണ്. രണ്ടാമത് പറഞ്ഞത് സെറിബെല്ലമാണ്. സെറിബെല്ലത്തെയാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. പിന്നെ എന്താ പറഞ്ഞേ? സെറിബെല്ലം ആണ് മസ്കുലാർ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതാണ് പ്രൈമറി സെൻറ്റർ ഓഫ് ഇൻ്റലിജൻസ്, തോട്ട് ആൻഡ് ബാലൻസിങ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് പ്രൈമറി സെൻറ്റർ ഓഫ് ബാലൻസിങ്, ഇക്വിലിബ്രിയം ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ബോഡി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സെറിബെല്ലത്തെയാണ് പ്രൈമറി സെൻറ്റർ ഓഫ് ബാലൻസിങ്, ഇക്വിലിബ്രിയം ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ബോഡി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 2 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ഏത് പാർട്ടിനെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്നത് ആൽക്കഹോൾ എഫക്ട്സ് വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും സെറിബെല്ലമാണ്. ആൽക്കഹോൾ സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. ആൽക്കഹോൾ എഫക്ട്സ് സെറിബെല്ലം. ഓക്കെ, ഏത് പാർട്ടിനെയാണ് ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സെറിബെല്ലമാണ്. ഇനി പെയിൻ കില്ലേഴ്സ് ഏത് പാർട്ടിനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെയിൻ കില്ലേഴ്സ് എഫക്ട്സ് തലാമസ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലെ ഏത് പാർട്ടിനാണ് പെയിൻ കില്ലേഴ്സ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ഉത്തരം തലാമസ് ആണ്. ഈ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്നത് സെറിബെല്ലത്തെയും പെയിൻ കില്ലർ എഫക്റ്റ് ചെയ്യുന്നത് തലാമസിനെയും ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് തലാമസിലോട്ട് പോവാം. തലാമസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദി റിലേ സെൻറ്റർ ഇൻ ബ്രെയിനിൻ്റെ റിലേ സെൻറ്റർ എന്നറിയപ്പെടുന്ന ആളാണ് തലാമസ്. വിച്ച് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ ഈസ് നോൺ ആസ് റിലേ സെൻറ്റർ എന്ന് ചോദിച്ചാൽ അതിനുത്തരം തലാമസ് ആണ്. തലാമസ് എന്ന് പറയുന്നത് റിലേ സെൻറ്റർ എന്ന് പറയാൻ കാരണം അതാണ് നമ്മുടെ സെൻസറി ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് കടത്തി വിടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ റിലേ ഇമ്പൾസസ് എന്ന് പറയുന്നത്. നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്നുള്ള മെസ്സേജസിനെ ബ്രെയിനിലേക്ക് കടത്തി വിടുന്നത് തലാമസ് ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് റിലേ സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ്റെ റിലേ സെൻറ്റർ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അടുത്ത് മെഡുല്ല ഒബ്ലാങ്കാറ്റ എന്ന് പറയുന്നത് പാർട്ട് വിച്ച് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കാറ്റ. നമ്മൾ പറഞ്ഞു വോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്, എന്നാൽ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കാറ്റ ആണ്. ഓക്കെ, മെഡുല്ല ഒബ്ലാങ്കാറ്റ കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. Then part of brain which act as center of vomiting, coughing and sneezing. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന പാർട്ടും എന്ത് തന്നെയാണ്? മെഡുല്ല ഒബ്ലാങ്കാറ്റ ആണ്. വോമിറ്റിംഗ്, കഫിങ്, സ്നീസിങ്ങിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന പാർട്ടും മെഡുല്ല ഒബ്ലാങ്കാറ്റ ആണ്. അപ്പോൾ തലാമസ്, മെഡുല്ല ഒബ്ലാങ്കാറ്റ. തലാമസ് എന്ന് പറയുന്നത് റിലേ സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. മെഡുല്ല ഒബ്ലാങ്കാറ്റ എന്ന് പറയുന്നത് എന്താണ്? പാർട്ട് വിച്ച് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് വോമിറ്റിംഗ്, കഫിങ്, സ്നീസിങ് എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരാളെയും കൂടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബ്രെയിനിൻ്റെ പാർട്സ് എല്ലാമായി. അടുത്ത ആളെന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ആരാണ് ഹങ്കറിനെ കൺട്രോൾ ചെയ്യുന്ന, ഹങ്കർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു. അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഹൈപ്പോതലാമസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് ഹങ്കർ, തേഴ്സ്റ്റ്, സ്വെറ്റിംഗ്, ടെമ്പറേച്ചർ, ലവ് ആൻഡ് ഹേറ്റ്. അപ്പോൾ ഹങ്കറിനെയും വിശപ്പിനെയും ദാഹത്തിനെയും പിന്നെ ടെമ്പറേച്ചറിനെയും ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഉള്ള പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിന് ഓൾസോ കോൾഡ് തെർമോ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബോഡിയുടെ അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന പാർട്ട് തെർമോ റെഗുലേറ്ററി സെൻറ്റർ എന്നും ഹൈപ്പോതലാമസിനെ അറിയപ്പെടുന്നു. അപ്പോൾ ഹങ്കർ, തെസ്റ്റ്, പിന്നെ സ്വെറ്റിംഗ്, ടെമ്പറേച്ചർ, ലവ് ആൻഡ് ഹേറ്റ് ഇതിൻ്റെയൊക്കെ സെൻറ്റർ എന്ന് പറയുന്ന ഹൈപ്പോതലാമസ് ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് തെർമോ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബോഡിയുടെ തെർമോ റെഗുലേറ്ററി സെൻറ്റർ എന്ന് അറിയപ്പെടുന്നു. അതുകൂടാതെ തന്നെ പാർട്ട് ഹെൽപ്പ് ടു മെയിൻറ്റെയിനിങ് നോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓൾസോ ഇറ്റ് കൺട്രോൾസ് സെക്രീഷൻ ഓഫ്
പിറ്റ്യൂട്ടറി ഹോർമോൺ. നമ്മുടെ ബ്ലഡിൻ്റെ നോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇറ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് ഹങ്കർ, തസ്റ്റ്, സ്വെറ്റിംഗ്, ടെമ്പറേച്ചർ, ലവ് ആൻഡ് ഹേറ്റ്. ഇറ്റ് ഈസ് എ തെർമോ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പിറ്റ്യൂട്ടറി ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. അപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ആ 2 ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്ന 2 ഹോർമോൺസ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, വാസോപ്രസിൻ്റെ വേറൊരു പേരാണ് ADH. ഓക്കെ, വാസോപ്രസിൻ്റെ വേറൊരു പേരാണ് ADH എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിറ്റോസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ദി കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ഡ്യൂറിങ് പാർച്ചുറേഷൻ. ഓക്കെ, ഹെൽപ്സ് ഇൻ യൂട്രസിൻ്റെ കോൺട്രാക്ഷന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്സിറ്റോസിൻ ഹെൽപ്സ് ഇൻ ദി കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ്. ആൻഡ് വാസോപ്രസിൻ എന്ന് പറയുന്നത് ദാറ്റ് വിൽ കൺട്രോൾ വാട്ടർ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ദി കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ്, ആൻഡ് പിന്നെ വാസോപ്രസിൻ എന്ന് പറയുന്നത് കൺട്രോൾ വാട്ടർ ബാലൻസ്. ഇനി നമ്മൾ പറഞ്ഞു ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നും ഡയബറ്റിസ് മെലിറ്റസ് എന്നും 2 അസുഖങ്ങളുണ്ട്. അതെപ്പോഴും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് എക്സസീവ് തേഴ്സ്റ്റ് ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് എക്സസ് യൂറിൻ ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് വാസോപ്രസിൻ്റെ അളവ് കുറവ് കാരണം, വാസോപ്രസിൻ്റെ അളവിൽ കുറവുള്ളത് കാരണം ഒരുപാട് ദാഹവും അതുപോലെ ഒരുപാട് യൂറിൻ എക്സ്ക്രീഷനും നടക്കുന്ന പ്രോസസ്സിനെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് മെലിറ്റസ് ആണ് നമ്മുടെ സാധാ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ വാസോപ്രസിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്, അത് മറക്കരുത്. ഓക്കെ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് എക്സസീവ് തേഴ്സ്റ്റ് ആൻഡ് എക്സസീവ് എക്സ്ക്രീഷൻ ഓഫ് എക്സസ് യൂറിൻ ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ്റെ അളവിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ് നമ്മൾ സാധാ പറയുന്ന ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിൻ എന്താണെന്നും ബ്രെയിനിൻ്റെ പാർട്സ് എന്താണെന്നും ഒക്കെയാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയാം. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റർ ഓഫ് കോർഡിനേഷൻ ആണ്. ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.4 കിലോഗ്രാം അല്ലെങ്കിൽ 1400 ഗ്രാം ആണ്. ബ്രെയിനിനെയും സ്പൈനൽ കോർഡിനെയും കവർ ചെയ്തേക്കുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് മെനിഞ്ചസ്. പിന്നെ പാർട്ട് ഓഫ് ബ്രെയിൻ ദാറ്റ് എൻക്ലോസസ് പാർട്ട് ഓഫ് സ്കൾ ദാറ്റ് എൻക്ലോസസ് ബ്രെയിൻ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ക്രേനിയമാണ്. ക്രേനിയത്തിനകത്ത് മൊത്തം 8 ബോൺസ് ആണുള്ളത്. സ്കളിൽ 29 ബോൺസ് ഉള്ളതിൽ 8 എണ്ണം ക്രേനിയത്തിലാണ്. ഇനി ക്രേനിയത്തിനെ എൻക്ലോസ് ചെയ്തേക്കുന്ന സോഫ്റ്റ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് സ്കാൽപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രാനിയത്തിനെ എൻക്ലോസ് ചെയ്തേക്കുന്ന സോഫ്റ്റ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് സ്കാൽപ്പ്. ഇനി നമ്മൾ ബ്രെയിനിൻ്റെ ഓരോ പാർട്ടിലേക്ക് പോയി. ഫസ്റ്റ് വൺ സെറിബ്രം ആണ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻ. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനനുസരിച്ച് ചെയ്യാം, നമ്മുടെ അക്കോർഡിംഗ് ടു അവർ വിൽ. ഓക്കെ, അതാണ് വോളണ്ടറി ആക്ഷൻസ്. വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. വോളണ്ടറി ആക്ഷൻ എന്താണെന്ന് മനസ്സിലായാലോ? വോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവോടുകൂടി നടക്കുന്നത്, അക്കോർഡിംഗ് ടു അവർ വിൽ, അതാണ് വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. അപ്പോൾ അതിന് പറയുന്നതെന്ന് വെച്ചാൽ തോട്ട്സ്, ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ, മെമ്മറി, വിൽ പവർ, കോൺഷ്യസ്നെസ്, ഇൻ്റലിജൻസ്, ഇമോഷൻ എക്സെട്ര. ഓക്കെ, ഇത്രയാണ് സെറിബ്രത്തെ പറ്റി പറഞ്ഞത്. ഇനി സെറിബെല്ലം, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലം ആണ്. സെറിബെല്ലത്തെ പറയുന്ന പേരാണ് സെറിബെല്ലം ഈസ് ഓൾസോ നോൺ ആസ് ലിറ്റിൽ ബ്രെയിൻ. ഇറ്റ് കൺട്രോൾ മസ്കുലർ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ദി പ്രൈമറി സെൻറ്റർ ഓഫ് ബാലൻസിങ്, ഇക്വിലിബ്രിയം ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ബോഡി. പ്രൈമറി സെൻറ്റർ ഓഫ് ബാലൻസിങ്, ഇക്വിലിബ്രിയം ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ബോഡി എന്നും അറിയപ്പെടുന്നു സെറിബെല്ലം. ഇനി അടുത്ത് പറഞ്ഞത് സെറിബെല്ലമാണ്. അതായത് ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്നത് സെറിബെല്ലത്തെയാണ്. അതുപോലെ പെയിൻ കില്ലേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് തലാമസിനെയാണെന്നും പറഞ്ഞു. ഇനി അടുത്ത് പറഞ്ഞത് തലാമസ് ആണ്. തലാമസ് എന്ന് പറയുന്നത് റിലേ സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ആണ്. റിലേ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻസറി ഇമ്പൾസസ് ബ്രെയിനിലേക്ക് കടത്തിവിടുന്നത് ഈ തലാമസ് ആണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് റിലേ സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. അടുത്ത് പറഞ്ഞത് മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്.
മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നതാണ് ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടും പഠിച്ചു വയ്ക്കുക. വോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രവും ഇൻവോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയുമാണ്. പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് ആക്ട് ആസ് സെൻറ്റർ ഓഫ് വോമിറ്റിംഗ്, കഫിങ്, സ്നീസിങ്. വോമിറ്റിങ്ങും കഫിങ്ങും സ്നീസിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നതും മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അടുത്തത് ലാസ്റ്റ് വൺ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഹങ്കർ, തസ്റ്റ്, സ്വെറ്റിംഗ്, ടെമ്പറേച്ചർ, ലവ് ആൻഡ് ഹേറ്റ്. അതുപോലെ ഇറ്റ് ഈസ് എ തെർമോ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ തെർമോ റെഗുലേറ്ററി സെൻറ്റർ ആണ്. അതുപോലെ നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തുന്നതും ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് എന്തിനെ സഹായിക്കുന്നു? ഹെൽപ്സ് ഇൻ കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ആൻഡ് വാസോപ്രസിൻ ഹെൽപ്സ് ഇൻ വാട്ടർ ബാലൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ വാട്ടർ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് വാസോപ്രസിൻ. അപ്പോൾ വാസോപ്രസിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം അതിനെയാണ് പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിക്കൻ ഗുനിയ ഈസ് കോസ്ഡ്. ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്ന രോഗകാരി ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചിക്കൻ ഗുനിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി പ്രോട്ടോസോവ ആൻഡ് ഓപ്ഷൻ ഡി ബാക്ടീരിയ. അപ്പോൾ ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്ന രോഗകാരി എന്ന് പറയുന്നത് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വൈറസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചില ഡിസീസ് തന്നിട്ട് ആരാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. നമ്മളിപ്പോഴത്തെ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ചോദിച്ചിരുന്നതെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസസ് തന്നിരുന്നിട്ട് അതിൽ നിന്ന് വൈറൽ ഡിസീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വൈറൽ ഡിസീസ്? ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എ ടൈഫോയിഡ്, ബി മലേറിയ, സി ഫിലാരിയാസിസ്, ഡി ഡെങ്കു ഫീവർ. അപ്പോൾ അതിൻ്റെ ആൻസർ ഡെങ്കു ഫീവർ ആയിരുന്നു. ഡെങ്കു ഫീവർ ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വൈറൽ ഡിസീസ് അറിഞ്ഞു വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൈറൽ ഡിസീസ് മാത്രമല്ല, ബാക്ടീരിയൽ ഡിസീസ് അറിയണം, ഫംഗൽ ഡിസീസ് അറിയണം, അപ്പോൾ പ്രോട്ടോസോവ ഡ്യൂ ടു പ്രോട്ടോസോവ അതറിയണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈറസിനെ പറ്റിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വൈറൽ ഡിസീസസും വൈറസിനെ പറ്റിയും പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡിസീസിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പം ചിക്കൻ ഗുനിയ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്ന രോഗകാരി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വൈറസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉടപ്പം പറഞ്ഞോട്ടെ, ചിലപ്പോൾ ഇനി ഒരു ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കും ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേരെന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. കാരണം ഇതൊരു +2 ലെവൽ എക്സാമിനെ നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, ചിക്കൻ ഗുനിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡാഷ്. അപ്പോൾ ഇനിയുള്ള ചിലപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന് അത് ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേരെന്ന് പറയുന്നത് ആൽഫ വൈറസ് അല്ലെങ്കിൽ ചിക്ക് വി, അതായത് ചിക്ക് വൈറസ് എന്നാണ് നമ്മൾ പറയുന്നത്. ആൽഫ വൈറസ് എന്ന് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ ചിക്ക് വി എന്ന് കാണും. ചിക്ക് വി അല്ലെങ്കിൽ ചിക്ക് വൈറസ് എന്ന് കാണും. അതാണ് ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേര്. ആൽഫ വൈറസ്, ചിക്ക് വി ഓർ ചിക്ക് വൈറസ്. ഓക്കെ, അത് ഓർത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് പറയാം, ഇനി വൈറസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈറസ് എന്ന് പറയുന്നത്, വൈറസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡിമിത്രി ഇവനോസ്കി ആണ് വൈറസ് കണ്ടുപിടിച്ചത്. വൈറസ് വാസ് ഡിസ്കവേർഡ് ബൈ ഡിമിത്രി ഇവനോസ്കി. ഡിമിത്രി ഇവനോസ്കി ആണ് വൈറസ് കണ്ടുപിടിച്ചത്. ഓക്കെ, വൈറസ് കണ്ടുപിടിച്ചത് ഡിമിത്രി ഇവനോസ്കി ആണ്. വൈറസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും? അതൊരു ഓർഗാനിസത്തിൻ്റെ ലിവിങ് സെല്ലിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പെരുകും, അവിടെ ഇരുന്നത് എന്ത് ചെയ്യും? ഇരട്ടിക്കും. ഓക്കെ, അതാണ് വൈറസിൻ്റെ പ്രത്യേകത. വൈറസ് ഒരു ഓർഗാനിസത്തിൻ്റെ ലിവിങ് സെല്ലിനകത്ത് കയറിക്കഴിഞ്ഞാൽ അതിനകത്തിരുന്ന് റെപ്ലിക്കേറ്റ് ചെയ്യും. അതാണ് വൈറസിൻ്റെ പ്രത്യേകത. വൈറസ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇൻസൈഡ് ദി ലിവിങ് സെൽ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ലിവിങ് സെല്ലിനകത്ത് കയറിക്കഴിഞ്ഞാൽ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇനി വൈറസിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. വൈറസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA-യോ RNA-യോ ആയിരിക്കും. ജനറ്റിക് മെറ്റീരിയൽ ഇൻസൈഡ് വൈറസ് എന്ന് പറയുന്നത് DNA-യോ RNA-യോ ആയിരിക്കും. HIV വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്. അതായത് HIV വൈറസ് എന്ന് പറയുന്നത് ഒരു RNA, HIV-ക്കകത്തുള്ളത് HIV ഡിസീസ് വരുത്തുന്നത് RNA വൈറസാണ്. ആ വൈറസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. അതുകൊണ്ട് HIV പരത്തുന്നത് RNA വൈറസ് ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. വൈറസ് കണ്ടുപിടിച്ചത് ഡിമിത്രി ഇവനോസ്കി ആണ്. വൈറസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഒരു ലിവിങ് ഓർഗാനിസത്തിനകത്ത്, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ലിവിങ് സെല്ലിനകത്തോട്ട് കയറുമ്പോൾ അതിനകത്തിരുന്ന് റെപ്ലിക്കേറ്റ് ചെയ്യും. പിന്നെ എന്താണ് അതിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA-യോ RNA-യോ ആയിരിക്കും. HIV എന്ന് പറയുന്നത് ഒരു RNA വൈറസാണ്. ഇനി നമുക്ക് കുറച്ച് വൈറൽ ഡിസീസ് തന്നെ പരിചയപ്പെടാം. വൈറൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറൽ ഡിസീസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞ ഈ ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ ഡെങ്കു ഫീവർ. ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റിന് ചോദിച്ചത് ഡെങ്കു ഫീവറും ചിക്കൻ ഗുനിയയും എന്താ വൈറൽ ഡിസീസസ് ആണ്. അതോടൊപ്പം തന്നെ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, പിന്നെ റാബിസ്, കോമൺ കോൾഡ്, മീസൽസ്, ബേർഡ് ഫ്ലൂ, സ്വൈൻ ഫ്ലൂ, മംസ്, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഇതൊക്കെ വൈറൽ ഡിസീസാണ്. നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വൈറൽ ഡിസീസ് എന്ന് പറയുന്നത് ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ. ഫീവറിൽ ഇത് രണ്ടും ചിക്കൻ ഗുനിയയും ഡെങ്കു ഫീവറും വൈറൽ ഡിസീസാണ്. അതോടൊപ്പം തന്നെ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, മംസ്, കോമൺ കോൾഡ്, മീസൽസ്, പോളിയോ, റാബിസ്, സ്വൈൻ ഫ്ലൂ, ബേർഡ് ഫ്ലൂ, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഇതെല്ലാം വൈറൽ ഡിസീസാണ്. ഓക്കെ, ഒരിക്കൽ കൂടി കേൾക്കുക. വൈറൽ ഡിസീസ് ഏതാണെന്ന്? ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, അതോടൊപ്പം തന്നെ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, കോമൺ കോൾഡ്, മീസൽസ്, പോളിയോ, റാബിസ്, സ്വൈൻ ഫ്ലൂ, ബേർഡ് ഫ്ലൂ, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, മംസ്, ഇതെല്ലാം വൈറൽ ഡിസീസാണ്. ഓക്കെ, ഒരുപാട് തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഓർമ്മ വരും. അതുകൊണ്ട് ഒരുപാട് തവണ ഈ വൈറൽ ഡിസീസ്, ഇപ്പോൾ വൈറൽ ഡിസീസിനെ പറ്റി മാത്രമാണ് പറയുന്നത്, അതുകൊണ്ട് ഇത് ഒരുപാട് തവണ കേട്ടു നോക്കുക. അപ്പോൾ വൈറൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിക്കൻ ഗുനിയയും ഡെങ്കു ഫീവർ, ഇത് രണ്ടും മറക്കരുത്. ഇത് രണ്ടും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ചിക്കൻ ഗുനിയയുടെ കാര്യവും ഡെങ്കു ഫീവറിൻ്റെ കാര്യവും. അതോടൊപ്പം തന്നെ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, കോമൺ കോൾഡ്, മീസൽസ്, പോളിയോ, റാബിസ്, then swine flu, bird flu, hand, foot and mouth disease, mumps, ഇതെല്ലാം വൈറൽ ഡിസീസ് ആണ്. ഓക്കെ, ചിക്കൻ പോക്സ്, കോമൺ കോൾഡ്, മീസൽസ്, പോളിയോ, റാബിസ്, സ്മോൾ പോക്സ്, ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, സ്വൈൻ ഫ്ലൂ, ബേർഡ് ഫ്ലൂ, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, മംസ്, ഇതെല്ലാം എന്താണ്? വൈറൽ ഡിസീസസ് ആണ്. ഓക്കെ, അപ്പോൾ വൈറസിനെ പറ്റി പറഞ്ഞ എന്തൊക്കെയാ? വൈറസ് കണ്ടുപിടിച്ചത് ഡിമിട്രി ഇവനോസ്കി ആണ്. വൈറസിൻ്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇൻസൈഡ് ലിവിങ് സെൽ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ഇറ്റ് കണ്ടെയ്നിങ് ജനറ്റിക് മെറ്റീരിയൽ RNA or DNA. HIV is an RNA virus. Then viral diseases, examples of viral diseases are chikungunya, dengue fever, chickenpox, smallpox, common cold, measles, polio, rabies, swine flu, bird flu, hand, foot and mouth disease, mumps. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് അഫക്റ്റ് വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി എന്നാണ്. ഹെപ്പറ്റൈറ്റിസ് അഫക്ട്സ് വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി എന്നാണ്. ഹ്യൂമൻ ബോഡിയുടെ ഏത് പാർട്ടിനാണ് ഹെപ്പറ്റൈറ്റിസ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ലിവർ, ഓപ്ഷൻ B കിഡ്നി, ഓപ്ഷൻ C സ്പ്ലീൻ, ഓപ്ഷൻ D സ്റ്റൊമക്ക്. എന്തൊക്കെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ A ലിവർ, ഓപ്ഷൻ B കിഡ്നി, ഓപ്ഷൻ C സ്പ്ലീൻ, ഓപ്ഷൻ D സ്റ്റൊമക്ക്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് അഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയാണ്. ഹെപ്പറ്റൈറ്റിസ് അഫക്റ്റ് ലിവർ. ഓപ്ഷൻ A ആണ് ആൻസർ, ലിവർ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം ഹ്യൂമൻ ബോഡിയുടെ ഏത് പാർട്ടിനാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ലിവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിവറിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ലിവറിനെ പറ്റി നോക്കാം. ലിവറിനെ പറ്റിയുള്ള പഠനം എന്ന് പറയുന്നത് ഹെപ്പറ്റോളജിയാണ്. ഓക്കെ, എളുപ്പമാണ്. സ്റ്റഡി ഓഫ് ലിവർ എന്ന് പറയുന്നത് ഹെപ്പറ്റോളജിയാണ്. ഇനി ലിവർ എവിടെയാണ് കാണുന്നത്? ലിവർ കാണുന്നത് സ്റ്റൊമക്കിൻ്റെ റൈറ്റ് സൈഡിലാണ്. ലിവർ സീൻ ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് സ്റ്റൊമക്ക്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ലിവറിനെ പറ്റിയുള്ള പഠനം എന്താ? ഹെപ്പറ്റോളജി. ലിവർ എവിടെയാണ് കാണുന്നത്? സീൻ ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൻ്റെ റൈറ്റ് സൈഡിലാണ് ആരെ കാണപ്പെടുന്നത്? നമ്മുടെ ലിവറിനെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം അഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയാണ്. ലിവറിനെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് ഹെപ്പറ്റോളജി. ലിവർ എവിടെയാണ് കാണപ്പെടുന്നത്? റൈറ്റ് സൈഡ് ഓഫ് സ്റ്റൊമക്ക്. ഇനി ലിവറിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം അല്ലെങ്കിൽ 1500 ഗ്രാം. നമ്മൾ നേരത്തെ ബ്രെയിനിൻ്റെ വെയിറ്റ് പഠിച്ചായിരുന്നു. ബ്രെയിനിൻ്റെ വെയിറ്റ് എത്രയായിരുന്നു? 1.4 കിലോഗ്രാം അല്ലെങ്കിൽ 1400 ഗ്രാം എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പഠിക്കുന്നത് ലിവറിൻ്റെ വെയിറ്റ് ആണ്. ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം അല്ലെങ്കിൽ 1500 ഗ്രാം ആണ്.
ബോഡിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ഓർഗൻ എന്ന് പറയുന്നതും ഈ ലിവറാണ്. ഓക്കെ, ലിവറിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്. അപ്പോൾ 2 പേരുടെ വെയിറ്റ് നമ്മളിന്ന് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ലിവറിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം അഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയാണ്. ലിവറിനെ പറ്റിയുള്ള പഠനം ഹെപ്പറ്റോളജി. ലിവർ സ്റ്റൊമക്കിൻ്റെ റൈറ്റ് സൈഡിലാണ് കാണപ്പെടുന്നത്. ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം അല്ലെങ്കിൽ 1500 ഗ്രാം ആണ്. ഓക്കെ, ഇനി ലിവറിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. 4 വിശേഷണങ്ങളുണ്ട് ലിവറിന്. ആ 4ഉം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ലിവർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയാണ്. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവറാണ്. അതുപോലെ ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗനിലെ ഏറ്റവും വലുത് ലിവറാണ്. ഹെവിയസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി, വെയിറ്റ് കൂടുതൽ. ഹെവിയസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡിയുടെ ഹെവിയസ്റ്റ് ഓർഗൻ ലിവറാണ്. അതുപോലെ കെമിക്കൽ ലാബ് ഓഫ് ഹ്യൂമൻ ബോഡിയുടെ കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നതും ലിവറാണ്. അപ്പോൾ ലിവറിൻ്റെ 4 വിശേഷണങ്ങൾ ഓർത്ത് വയ്ക്കുക. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി, ലാർജസ്റ്റ് വരുന്ന 2 കാര്യങ്ങളുണ്ട്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയും ലാർജസ്റ്റ് ഓർഗൻ ഇൻറ്റേർണൽ ഓർഗനും. ഓക്കെ, ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയും ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗനും. പിന്നെ അടുത്ത വിശേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെയിറ്റ് ഏറ്റവും കൂടുതൽ ലിവറിനാണ്. അതുകൊണ്ട് ഹെവിയസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി. ഇനി 4ാമത്തെ എന്താ? കെമിക്കൽ ലാബ് ഓഫ് ഹ്യൂമൻ ബോഡി. ഓക്കെ, മറക്കില്ലല്ലോ. എന്തൊക്കെയാണ്? ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി, ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ, ഹെവിയസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി, കെമിക്കൽ ലാബ് ഓഫ് ഹ്യൂമൻ ബോഡി. ലാർജസ്റ്റ് വരുന്ന 2 കാര്യങ്ങൾ, പിന്നെ ഒന്ന് ഹെവിയസ്റ്റ്, പിന്നെ ഒന്ന് കെമിക്കൽ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്, ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ആണ്. ഹെവിയസ്റ്റ് ഓർഗൻ ആണ്, കെമിക്കൽ ലാബ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. ഓക്കെ, അപ്പോൾ ലിവറിനെ പറ്റിയുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. ലിവർ കാണുന്നത് സ്റ്റൊമക്കിൻ്റെ റൈറ്റ് സൈഡിലാണ്. ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം അല്ലെങ്കിൽ 1500 ഗ്രാം ആണ്. ലിവറിൻ്റെ 4 വിശേഷണങ്ങൾ പറഞ്ഞു. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയാണ്, ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ആണ്, ഹെവിയസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡിയാണ്. അതോടൊപ്പം തന്നെ കെമിക്കൽ ലാബ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. പേരാണ് അടുത്ത് പഠിക്കുന്നത്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് സെക്രീറ്റഡ് ബൈ ലിവർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ ആണ് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻസ് സെക്രീറ്റഡ് ബൈ ലിവർ 3 പ്രോട്ടീൻസ് ഉണ്ട്. ഫൈബ്രിനോജൻ, ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ. ഓക്കെ, ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ ഇതെല്ലാം ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരിക്കലും പറയാം. ലിവറിനെ പറ്റിയുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. ലിവർ സ്റ്റൊമക്കിൻ്റെ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്നു. ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 അല്ലെങ്കിൽ 1.5 കിലോഗ്രാം അല്ലെങ്കിൽ 1500 ഗ്രാം ആണ്. ലിവറിൻ്റെ 4 വിശേഷണങ്ങൾ: ലാർജസ്റ്റ് ഓർഗൻ, ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ, ലാർജസ്റ്റ് ഗ്ലാൻഡ്, ഹെവിയസ്റ്റ് ഓർഗൻ, ദെൻ കെമിക്കൽ ലബോറട്ടറി ഓഫ് ഹ്യൂമൻ ബോഡി. ഇത്രയാണ് ലിവറിൻ്റെ വിശേഷണങ്ങൾ. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണ്. പ്രോട്ടീൻ സെക്രീറ്റഡ് ബൈ ലിവർ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ ആണ് പ്രോട്ടീൻ സെക്രീറ്റഡ് ബൈ ലിവർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ലിവർ ഈസ് ടു പ്രൊഡ്യൂസ് ബൈൽ പിഗ്മെൻറ്റ് ഫോർ ദി ഡൈജഷൻ ഓഫ് ഫുഡ്. ലിവർ എന്ത് ചെയ്യുന്നു? ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൽ പിഗ്മെൻറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലിവർ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൽ പിഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ബൈൽ പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബിലിറുബിനും ബിലിവെർഡിനുമാണ് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ലിവർ സെക്രീറ്റഡ് bile proteins for the digestion of food and they are bilirubin and biliverdin. അപ്പോൾ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ എന്ന് പറഞ്ഞു. ഇനി ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ പിഗ്മെൻറ്റ്സ് ഫോർ ദി ഡൈജഷൻ ഓഫ് ഫുഡ് അതേതൊക്കെയാണ്? ബിലിറുബിനും ബിലിവേർഡിനും. ഓക്കെ, ഇനി അമോണിയ ആൻഡ് യൂറിയ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലിവർ. ലിവർ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അമോണിയയും യൂറിയയും ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ലിവർ എന്ന് പറയുന്നത് എന്താണ്? ലിവർ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസിൻ്റെ പേര് ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഇനി ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ പിഗ്മെൻറ്റ്സ് ഫോർ ദി ഡൈജഷൻ ഓഫ് ഫുഡ് ഏതൊക്കെയാണ്? ബിലിറുബിനും ബിലിവേർഡിനും. ഇനി അതോടൊപ്പം തന്നെ ലിവർ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? യൂറിയയും അമോണിയയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു. അത് ഏത് ഫോമിലാണെന്ന് വെച്ചാൽ ഗ്ലൈക്കഗൺ എൻ്റെ ഫോമിലാണ് ലിവറിൽ കാർബോഹൈഡ്രേറ്റ് ഓർ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൂക്കോസ് ഒക്കെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാണ്? ഗ്ലൈക്കഗണിൻ്റെ ഫോമിലാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ ലിവറിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം ലിവർ എന്താണെന്ന് പറഞ്ഞു. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ഓർഗനാണ്. ലിവറിനെ പറ്റി പഠിക്കുന്ന പഠനമാണ് ഹെപ്പറ്റോളജി. ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1500 ഗ്രാം അല്ലെങ്കിൽ 1.5 കിലോഗ്രാം ആണെന്ന് പറഞ്ഞു. പിന്നെ ലിവറിനെ പറ്റിയുള്ള 4 വിശേഷണങ്ങൾ പറഞ്ഞു. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി, ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ, ഹെവിയസ്റ്റ് ഓർഗൻ, ദെൻ കെമിക്കൽ ലബോറട്ടറി ഓഫ് ഹ്യൂമൻ ബോഡി. ഇനി ലിവർ സെക്രീറ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഫസ്റ്റ് തിങ് എന്താ? ലിവർ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. അടുത്ത് പറഞ്ഞത് ലിവർ ബൈൽ പിഗ്മെൻറ്റ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദി ഡൈജഷൻ ഓഫ് ഫുഡ്. അത് ഏതൊക്കെയാണ്? ബിലിറുബിനും ബിലിവെർഡിനും. അതോടെ ലിവർ യൂറിയയും അമോണിയയും സെക്രീറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞു. ഇനി ലിവറിൽ കാർബോഹൈഡ്രേറ്റ്സോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ ഒക്കെ സേവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഗ്ലൈക്കഗൺ ആയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ കോസസ് ലിവർ സിറോസിസ്. ഓക്കെ, ആൽക്കഹോൾ കുടിക്കുന്ന ആൾക്കാർക്ക് ആൽക്കഹോൾ കൺസപ്ഷൻ കാരണം നശിച്ചു പോകുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. ആൽക്കഹോൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖമാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം. ഇനി ദി കണ്ടീഷൻ ഓഫ് ബീങ് അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. ആൽക്കഹോളിന് അഡിക്റ്റ് ആയിപ്പോയ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്സോമാനിയ. ഡിപ്സോമാനിയ എന്നാണ് ആൽക്കഹോളിനെ അഡിക്റ്റ് ആയ കണ്ടീഷനെ പറയുന്ന പേര്. അപ്പോൾ എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ കോസസ് ലിവർ സിറോസിസ്. ഈ ലിവർ സിറോസിസ് PSC ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ആൽക്കഹോൾ എക്സസീവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖമാണ്. ലിവറിനാണ് അസുഖം വരുന്നത്. അസുഖത്തിൻ്റെ പേരാണ് ലിവർ സിറോസിസ്. ഇനി കണ്ടീഷൻ ഓഫ് ബീങ് അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. ആൽക്കഹോളിന് അഡിക്റ്റ് ആയ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്സോമാനിയ. ഡിപ്സോമാനിയ. ഇനി ഇപ്പോൾ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് തന്നെ ABCDEG ഇങ്ങനെ 6 രീതിയിലാണ് ഹെപ്പറ്റൈറ്റിസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് D, ഹെപ്പറ്റൈറ്റിസ് E. F ഇല്ല, പകരം G ആണുള്ളത്. F എന്ന് പറയുന്നൊരിതില്ല. അപ്പോൾ 6 ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞു വരാം. F ഇല്ല, Fന് പകരം G ആണുള്ളത്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് 6 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് D, ഹെപ്പറ്റൈറ്റിസ് E ആൻഡ് G. F ഇല്ല. ഓക്കെ, ഇനി എയും ഇയും ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടർ, അതായത് നമ്മൾ മലിനീകരമായിട്ടുള്ള വെള്ളം, മലിനീകരിക്കപ്പെട്ട വെള്ളം കുടിക്കുമ്പോഴാണ്, കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഇനി ഏറ്റവും സീരിയസ് ഫോം ഓഫ് ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹെപ്പറ്റൈറ്റിസ് B എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ത്രൂ സെക്ഷൽ കോണ്ടാക്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഏറ്റവും സീരിയസ് ഫോം ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് B ആണ്. ഇറ്റ് വിൽ സ്പ്രെഡ് ത്രൂ സെക്ഷുവൽ കോണ്ടാക്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിവറിനെ പറ്റി അറിയേണ്ടത്. അപ്പോൾ ലിവറിനെ പറ്റിയുള്ള പഠനം ഹെപ്പറ്റോളജി. ലിവർ സ്റ്റൊമക്കിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 1500 ഗ്രാം ആണ്. ലിവറിനെ പറ്റിയുള്ള 4 വിശേഷണങ്ങൾ: ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി, ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ, ഹെവിയസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി, പിന്നെന്താ? കെമിക്കൽ ലാബ് ഓഫ് ഹ്യൂമൻ ബോഡി. അടുത്ത് പറഞ്ഞ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ്. പ്രോട്ടീൻ സെക്രീറ്റഡ് ബൈ ലിവർ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ ആണ്. ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദി ഡൈജഷൻ ഓഫ് ഫുഡ്, അതാണ് ബിലിറുബിൻ ആൻഡ് ബിലിവെർഡിൻ. പിന്നെ അടുത്ത് പറഞ്ഞത് ലിവർ യൂറിയയും അമോണിയയും സെക്രീറ്റ് ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസൊക്കെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കഗൻ്റെ ഫോമിലാണ്. ഇനി ആൽക്കഹോൾ കൺസപ്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ലിവർ സിറോസിസ്. ആൽക്കഹോളിന് അഡിക്റ്റഡ് ആയ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്സോമാനിയ. ഇനി ലിവറിന് പറ്റുന്ന വേറൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ABCDEG എന്നിങ്ങനെ ഉണ്ട്. അതിൽ എയും ഇയും സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയാണ്. സീരിയസ് ഫോം ഓഫ് ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് B. അതുണ്ടാവുന്നത് സ്പ്രെഡ് ത്രൂ സെക്ഷൽ കോണ്ടാക്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽ എക്സെട്ര. ഇനി കേരളയിലെ ഫസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ എസ് സുധീന്ദ്രനാണ് ഫസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കേരളയിൽ നടത്തിയത്. ഡോക്ടർ എസ് സുധീന്ദ്രനാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കേരളയിൽ നടത്തിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. നടത്തിയ ദിവസം 2004 ജൂലൈ 3. 2004 ജൂലൈ 3 അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ട്
ഡോക്ടർ എസ് സുധീന്ദ്രനാണ് ഫസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. ഫസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഡോക്ടറിൻ്റെ കേരളത്തിൽ ഫസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ എസ് സുധീന്ദ്രനാണ്. അമൃത ഹോസ്പിറ്റലിലാണ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആദ്യം നടന്നത്. 2004 ജൂലൈ 3-നാണ് ഇത് നടന്നത്. 2004 ജൂലൈ 3-ന് ഡോക്ടർ എസ് സുധീന്ദ്രൻ അമൃത ഹോസ്പിറ്റലിലാണ് ഫസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ പറ്റി പഠിച്ചു, വൈറൽ ഡിസീസിനെ പറ്റി പഠിച്ചു, ലിവറിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു. ബൈ.